ഇപ്പം നമുക്ക് സൈലത്തിൽ അധ്യാപകരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സാധാരണ ഇതിൽ പണ്ടൊക്കെ നമ്മളൊക്കെ +2 പഠിക്കുന്ന സമയത്തും കാരണം അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴേ തന്നെ നമുക്ക് ഒരുതരം നെർവസ്നെസ് ആണ് ഫീൽ ചെയ്യുക. IIT ഗോരഖ്പൂരിന് മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. ഏറ്റവും മികച്ചൊരു വീടുണ്ടാക്കി ആ അച്ഛനും അമ്മേനെ തിരികെ അതിൽ കൊണ്ടുവന്നൊരു വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാൻ ഏറ്റവും അവരെ സഹായിക്കുന്നത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ ഐസറുകളിൽ പഠിക്കുക. ഐസറിൽ പഠിച്ച് ഇവിടുന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് നിങ്ങൾ ജർമ്മനിയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് ഏത് കൺട്രീസ് ആക്ച്വലി ഇറ്റ്സ് എ ഫോറിൻ പാസ്പോർട്ട്. ഹായ് മക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്കൊരു വിശിഷ്ട ഗസ്റ്റ് കൂടി നമ്മുടെ മുന്നിലുണ്ട്. സൈലത്തിൻ്റെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറും അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള നമ്മുടെ ശ്രീകുമാർ പള്ളിയത്ത് എന്ന് പറയപ്പെടുന്ന നമ്മുടെ സ്നേഹപൂർവ്വം നമ്മൾ SP സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സാർ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് സാറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സാറേ, പൊതുവെയുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്, ഒട്ടുമിക്ക കുട്ടികളും +2 ശേഷമാണ് നമ്മൾ നീറ്റിന് പോകണോ അല്ലെങ്കിൽ JEEക്ക് പോകണോ എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന് പകരം ഇപ്പോൾ +1 ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളെ പറ്റി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ജോയിൻ ചെയ്താലുള്ള പ്രയോജനം എന്തൊക്കെയാണ് സാറേ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. മെയിനായിട്ട് സാറേ നമ്മൾ മക്കളോട് പറയാനുള്ളത് നേരത്തെ തുടങ്ങുക എന്നുള്ള കാര്യമാണ്. അതിപ്പോൾ ഏത് കാര്യമാക്കി തരും. ഇതിപ്പോൾ നമ്മളൊരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു കരാട്ടെ പഠിക്കുക, ഡാൻസ് പഠിക്കുക, നേരത്തെ തുടങ്ങുന്നതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ സാർ എനിക്ക് തോന്നിയത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്, ഇപ്പോൾ നമ്മുടെ മക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ +1 സം ബേസിക് കൺസെപ്റ്റ് എന്നുള്ളൊരു ചാപ്റ്റർ. അതെ, അതിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നുള്ളൊരു ലോ ഉണ്ട്. ആ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സാധാരണ ഇതിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ വരുന്നു, ലോയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, പഠിപ്പിക്കുന്നു, ഒരു പ്രോബ്ലം, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുന്നു, തീർന്നു, അവിടെ തീർന്നു. പക്ഷേ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ദേ ക്യാൻ ഡു വിത്ത് ദിസ് ലോ ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ, അതിൻ്റെ ഡീപ്പിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഡീപ്പായിട്ട് ഇറങ്ങും. അപ്പോൾ കുട്ടി ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെ മനോഹരമായിട്ട് മനസ്സിലാക്കുകയാണ്, അപ്പോൾ ഈ ലോയിന് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അടുത്തൊരു എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ തീർച്ചയായിട്ടും മറ്റാരെക്കാളും ഒരു മികവ് പുലർത്താൻ നമ്മുടെ മക്കൾക്ക് പറ്റും. അപ്പോൾ സാർ, മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 15 വയസ്സുള്ള കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ ഇതിലേക്ക് ഏകദേശം വരുന്നത്, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, അതായത് ടെൻഷൻ ഉണ്ട്, ഒരുപാട് പഠിക്കാനുള്ള തോന്നലുണ്ടാവും, അവർ ഡിപ്രസ്ഡ് ആവും. ഈവൻ 10ാം ക്ലാസ്സിൽ വരെ അവരെന്താക്കാറുണ്ട്. അപ്പം അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡുകൾ കാര്യങ്ങളും ക്വസ്റ്റ്യനാണ് സാർ ചോദിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുള്ളൊരു ആശങ്കയാണ്. ഇത്ര നാളും എല്ലാ കുട്ടികൾക്കും അവരുടെ വീട്ടിലൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. അവർ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു മേശ, അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു ചെയർ, അവർ കിടന്നുറങ്ങുന്ന ഒരു ബെഡ്, അവരുടെ ഒരു പേഴ്സണൽ സ്പേസ്. ആ പേഴ്സണൽ സ്പേസ് കഴിഞ്ഞിട്ട് വലിയൊരു ലോകത്തിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ തീർച്ചയായും മക്കൾക്ക് എല്ലാവർക്കും മാനസിക സമ്മർദ്ദങ്ങളുണ്ടാവും. നമ്മൾ ശരിക്കും സാർ ഒരു ട്രയാങ്കിൾ വർക്കാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ കോർണർ സാറിനെ പോലെയുള്ള മികച്ച അധ്യാപകർ തന്നെയാണ്. ഇപ്പം നമുക്ക് സൈലത്തിൽ അധ്യാപകരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സാധാരണ ഇതിൽ പണ്ടൊക്കെ നമ്മളൊക്കെ +2 പഠിക്കുന്ന സമയത്തും കാരണം അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴേ തന്നെ നമുക്ക് ഒരുതരം നെർവസ്നെസ് ആണ് ഫീൽ ചെയ്യുക. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് നമ്മളെ പണ്ടത്തെ ഏതോ കണക്ക് മാഷം, മറ്റേ നമ്മുടെ ഒരു മോഹൻലാലിന്റെ സിനിമയുണ്ടല്ലോ സ്ഫടികത്തിൽ ചാക്കോ മാഷ് പറഞ്ഞ പോലെ. പക്ഷേ ഇന്നലെ ഞാനൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ, നമ്മുടെ ഗോകുൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് പോകും, പിള്ളേരോട് വെറുതെ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് അധ്യാപകനാണ് ഏറ്റവും ഇഷ്ടം? ആൻസർ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് മാത്സിന്റെ അധ്യാപകനെ ഇഷ്ടം. എൻ്റെ ഇത്രയും വർഷത്തെ ഒരു അനുഭവങ്ങളിൽ ആദ്യമായിട്ടാണ് മാത്സിന്റെ ഒരു അധ്യാപകന് ഇഷ്ടം എന്ന് പറയുന്നത്. അതിലവർ വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിന് കോർണറിൽ അധ്യാപകർ നല്ല രീതിയിൽ കുട്ടികളെ നോക്കുന്നു, ടീച്ചേഴ്സ് നോക്കുന്നു. രണ്ടാമത്തെ കോർണേഴ്സാണ് നമ്മുടെ മെൻറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു മെൻറ്റേഴ്സിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 19 അല്ലെങ്കിൽ 22, 23 വയസ്സിൻ്റെ ഇടയിൽ, 22-ന് 23, 19 എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു PG ഒക്കെ കഴിയുന്ന 22, 23 ഇയേഴ്സ്, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതൽ മെൻറ്റേഴ്സായിട്ട് വരുന്നത്. അത് നമ്മളൊരു പർപ്പസ്ഫുള്ളി സെലക്ട് ചെയ്യുന്നതാണ്. കാരണം ഈ കുട്ടികളെ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്. ചേച്ചി എന്നാണ് പലപ്പോഴും കുട്ടികളെ വിളിക്കുക, അല്ലെങ്കിൽ ഏട്ടാന്നാണ് വിളിക്കുക. ആ ഒരു മെൻറ്റേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ടും കൂടെ വരും. മൂന്നാമത്തെ ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്. നമുക്കൊരു കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് വിങ് ഉണ്ട്. ഓരോ സ്കൂളിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SWമാരുണ്ട്. SW വെച്ചാൽ സ്റ്റേറ്റ് വെൽഫെയർ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. അതായത് ആ സ്കൂളിൽ കുട്ടിയുടെ കാര്യം നോക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാനും ഒരു സ്റ്റാഫ് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. ഓരോ സ്കൂൾ നമുക്ക് ഏകദേശം 14 ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നമുക്കിപ്പോൾ നിലവിലുണ്ട്. അവരാണ് എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം കുട്ടികൾ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ നേരിട്ട് അവിടെ ചെല്ലുന്നു, കുട്ടിയെ പേഴ്സണലായിട്ട് കാണുന്നു.
ഈ ഒരു മെൻറ്റർഷിപ്പും ഇതേപോലുള്ള ഒരു ഗൈഡൻസും കൂടെ വരുന്ന സമയത്ത്, പിന്നെ സാറിനെ പോലെ മികച്ച അധ്യാപനം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ശാസ്ത്രീയമായിട്ടുള്ളൊരു ഒരു ഡയഗ്നോസ്റ്റിക്കും അതോടൊപ്പം തന്നെ അതിന്റെ പ്രതിവിധികളുമാണ് സൈലം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നീറ്റ് ചെയ്യുന്നതിനെ പറ്റി മാത്രമാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പൊ സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ വരുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് കരിയർ മേഖലകൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പം അതിനെ സൈലം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഭാവിയും കാര്യങ്ങളൊക്കെ? പൊതുവേ നമുക്കിപ്പോൾ ഈ ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ളൊരു പല കുട്ടികളോടും ഞാൻ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിൽ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ പല സ്ഥലത്തും കുട്ടികൾ പറയുന്നൊരു അഭിപ്രായം, സാറേ ഞങ്ങൾക്ക് ഡോക്ടർ വേണ്ട, എഞ്ചിനീയർ വേണ്ട, മറ്റെന്തെങ്കിലും ഫീൽഡ് ഉണ്ടോ? ഇതിനൊക്കെയുള്ള വഴികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, സാർ നമുക്ക് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലുള്ളത്. ഒന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, ബയോളജി. 2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ്. ശരിക്കും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഏറ്റവും മികച്ച രാജ്യത്തെ ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്. ഞാനൊക്കെ നമ്മുടെ ഒരുപാട് പഠിപ്പിച്ച പിള്ളേർ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് പിള്ളേർ വിളിക്കും, സാർ നമുക്കൊന്ന് കോളേജിലേക്കൊക്കെ. ആ പിള്ളേരുടെ കൂടെയൊക്കെ നമ്മൾ ആ കോറിഡോറിലേക്കൂടെ നടക്കുമ്പോൾ ആ പേഷ്യൻസിൻ്റെ കണ്ണിലുണ്ടാവുന്ന നമ്മളോട്, ഇപ്പോൾ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരും വിചാരിക്കും നമ്മളും എന്തോ കൂടെ നടക്കുന്ന ഡോക്ടറൊക്കെയാണ്. അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു ഇൻറ്റിമസി, അതൊക്കെ ആ ഒരു പ്രൊഫഷന് മാത്രമേ കിട്ടൂ. ഇപ്പോൾ എയിംസ്, ജിപ്മർ തുടങ്ങിയ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളുടെ ഡോക്ടർ ആവുക എന്നുള്ളത് അതൊരു വലിയൊരു ലക്ഷ്യം തന്നെയാണ്. പിന്നെ സാർ എനിക്ക് തോന്നുന്നത് ഒരു കുട്ടി ഡോക്ടറാകുമ്പോൾ ആ കുട്ടി മാത്രമല്ല ഡോക്ടറാവുന്നത്, ഒരു വീട് മുഴുവൻ ഡോക്ടറാവുകയാണ്. ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ എന്താണ്, പപ്പ ആരാണോ എന്താണോ അവർ വിളിക്കുന്ന, അവരങ്ങനെ ഒരു ടൗണിലേക്കൂടെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലേക്കൂടെ നടന്നു പോകുമ്പോൾ മോളെന്താ ചെയ്യുന്നു? ഇപ്പോൾ MBBS കഴിഞ്ഞിട്ടോ, ഓ ഡോക്ടർ ആയില്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ഫീല്, അതൊരു ഭയങ്കര ഫീല് സാർ. അതേപോലെ തന്നെ സാർ നമ്മളിപ്പോൾ എഞ്ചിനീയർ ആവുക. യൂട്യൂബിൽ ഗൗരവ് അഗർവാൾ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവനേതോ ബീഹാറോ ഛത്തീസ്ഗഡ് അങ്ങനെ ഏതോ ഒരു സ്ഥലത്താണ്. അത് ചെറിയൊരു മൺകട്ടോട്ട് ഉണ്ടാക്കിയ വീടാണ്, ഒരു പാടത്തിൻ്റെ നടുക്ക. അവൻ IIT ഗോരഖ്പൂരിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. അവൻ വന്നിട്ട് ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താ അറിയോ? അമ്മേനും അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി ഇറക്കി ആ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് പൊളിച്ച് കളയാം. എന്നിട്ട് എത്ര ഒരു ടൈം പീരീഡ്, എനിക്ക് തോന്നുന്നു 1 വർഷവും 2 മാസവും കൊണ്ട് ആ സ്ഥാനത്ത് ഏറ്റവും മികച്ചൊരു വീടുണ്ടാക്കി ആ അച്ഛനും അമ്മേനെ തിരികെ അതിൽ കൊണ്ടുവന്നൊരു വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാൻ ഏറ്റവും അവരെ സഹായിക്കുന്നത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഇപ്പോൾ IITകളിൽ നിന്ന് NITകളിൽ നിന്ന് ഏറ്റവും മികച്ച എഞ്ചിനീയേഴ്സ് ആവുക, എയിംസ്, ജിപ്മർ പോലെ സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സ് ആവുക. അതിൻ്റെ കൂടെ തന്നെ സാർ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അത് വളരെ കറക്റ്റായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സപ്പോസ് ഈ 2 ഫീൽഡിനും താല്പര്യമില്ലാത്തവർക്ക് CUET എന്നുള്ളൊരു പരീക്ഷയുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു സാർ മോർ ദാൻ 100 യൂണിവേഴ്സിറ്റീസാണ്. അതിന് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, EFLU എന്നൊക്കെ പറഞ്ഞ സ്ഥാപനമുണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ഇവിടത്തേക്കുള്ള അഡ്മിഷൻ ആ ക്യാമ്പസിലേക്ക് പോകണമെങ്കിൽ സിവിൽ സർവീസ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് സിവിൽ സർവീസും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നമുക്കറിയാം സിവിൽ സർവീസിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ വരുന്ന ചോദ്യങ്ങൾ എന്താണ്? പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലാണ്. ശരിക്കും ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് വന്ന് CUET പരീക്ഷകളൊക്കെ എഴുതി സിവിൽ സർവീസിലൊക്കെ പോകാൻ വേണ്ടി പറ്റുന്ന കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. തീർച്ചയായിട്ടും സാറേ. അതുപോലെ ബിറ്റ്സാറ്റ് തുടങ്ങിയ പരീക്ഷകൾ, കുസാറ്റ് തുടങ്ങിയ പരീക്ഷകൾ, ഐസർ. ഇപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ എനിക്ക് തോന്നുന്നു NDAക്ക് ഒരുപാട് കുട്ടികൾ പാസ്സായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളൊരു കുട്ടിക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് പോവാം. ആർമി, എയർഫോഴ്സ്, മിലിറ്ററി ഇതിലേക്കൊക്കെ എയർഫോഴ്സ്, മിലിറ്ററി, നാവി ഇതിലേക്കൊക്കെ ഓഫീസേഴ്സ് ആവുക. അതേപോലെ തന്നെ സാറേ ഇപ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നത് പിള്ളേർക്കൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഒരു അവിടെ പോയി നിൽക്കാന്നുള്ളതാണ് അവരുടെ ഡ്രീമായിട്ട് ഭയങ്കര. ഓസ്ട്രേലിയ, UK. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു പയ്യനെ അയച്ചു തന്നു. കാരണം ഇവിടുന്ന് +2 കഴിഞ്ഞ് പോയതാ, അതൊരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്ത അവൻ്റെ ജീവിത സാഹസങ്ങൾ ശരിക്കും എനിക്ക് സങ്കടമായി പോയി. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ ഐസറുകളിൽ പഠിക്കുക. ഐസർ എന്ന് വെച്ചാൽ സാറിന് അറിയാലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഐസറിൽ പഠിച്ച് ഇവിടുന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് നിങ്ങൾ ജർമ്മനിയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഏത് കൺട്രീസിൽ, ആക്ച്വലി ഇറ്റ്സ് എ ഫോറിൻ പാസ്പോർട്ട്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പം മൾട്ടിപ്പിൾ ഓപ്ഷനാണ്. അവർക്ക് വേണമെങ്കിൽ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, അല്ല അവർക്ക് മറ്റേതെങ്കിലും ഫീൽഡിലാണ് താല്പര്യമെങ്കിൽ ഇത് വെച്ച് പോകാൻ പറ്റുന്ന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും.